ആദ്യം ശ്രീ ജോസഫ് വാഴക്കൻ കുറേ കാലം ചർച്ചകളിൽ സജീവമായിരുന്ന അങ്ങ് കുറച്ചു കാലം വിശ്രമത്തിലായിരുന്നു. വീണ്ടും സജീവമായ ചർച്ചകൾ അങ്ങേ പ്രതീക്ഷിക്കുകയാണ്. നമുക്കിങ്ങനെ തുടങ്ങാം അല്ലേ? അല്ലല്ല, ഞാനങ്ങനെ നിർജീവമൊന്നും ആയിരുന്നില്ല. ഞാൻ പാർട്ടി വേദികളിൽ വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് സെൻട്രൽ കേരളയിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിയുടെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്പോക്സ്മാൻ എന്നുള്ള പതിറ്റാണ്ടുകൾ ഞാൻ വഹിച്ചൊരു സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് എപ്പോഴും ചാനലിൽ വരാറില്ല എന്ന് മാത്രമേ. ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് പലരും എത്തും എന്നുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഐഷ പോറ്റിയുടെ വരവ്, അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതിപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഉരുണ്ടുകൂടുന്നുണ്ട്. ഇപ്പോൾ ഐഷ പോറ്റി പാർട്ടിയെ വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയെ വഞ്ചിച്ചു എന്നാണ് CPM-ന്റെ പ്രതികരണം. ഐഷ പോറ്റി അല്പം കാലമായി പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു, CPM-ൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ പാർട്ടി അംഗമായിരുന്നു, പാർട്ടിക്ക് വേണ്ടി 3 തവണ MLA ആയ വനിതാ നേതാവ് കൂടിയാണ്. ആദ്യം തന്നെ ഒരു വനിതാ നേതാവിനെ ഇറക്കിക്കൊണ്ടുവന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു തുടർച്ച? അങ്ങനെ ഇറക്കിക്കൊണ്ടുവന്നു എന്ന് പറയുന്നതൊന്നും ശരിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഞങ്ങളൊന്നിച്ച് MLA-മാരായിരുന്നു. വളരെ സ്വാത്വികമായിട്ടുള്ള, വളരെ ജെൻറ്റിൽ വുമണായിട്ടുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ സോഫ്റ്റ് സ്പോക്കണാണ്. ആരെയും അനാവശ്യമായി ഒന്നും പറയാത്ത ഒരു നല്ല വ്യക്തിയായിരുന്നു. അവർ കുറേ കാലമായി എനിക്ക് തോന്നുന്നു CPM-ഉമായിട്ടൊക്കെ കുറച്ച് അകലങ്ങളിലായിരുന്നു തോന്നുന്നത്. ഇന്നത്തെ അവരുടെ പ്രസംഗത്തിൽ തന്നെ അവർ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും ഞാനതൊന്നും ആരെയും ആക്ഷേപിക്കാനോ ആരെക്കുറിച്ച് മോശം പറയാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ പേരിലുണ്ടായ ഒരു മാറ്റം അവർക്ക്. അതുകൊണ്ട് അവർ ജനാധിപത്യ ചേരിയോട് ചേർന്ന് നിൽക്കണമെന്നവർക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നു, അവരുടെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത്. മാത്രമല്ല, ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങൾ MLA ആയിരിക്കുന്ന കാലത്ത് അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ മാത്രം അന്ന് ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ബാക്കിയുള്ളവരൊക്കെ ദൃഢപ്രതിജ്ഞയാണ് CPM-ലെ ആളുകളൊക്കെ ചെയ്തത്. അന്ന് അവർക്കൊരു ഷോക്കോസ് നോട്ടീസ് കൊടുത്ത കാര്യം എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ് ഇപ്പം. അപ്പോൾ അവരന്ന് മുതലേ ഈ CPM-ൻ്റെ പല ഇത്തരം കാപട്യങ്ങളോടും യോജിക്കാത്ത ഒരാളാണ്. അവരൊരു നല്ല ഈശ്വരവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. സമീപകാലത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളാണ്, പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെ. അതിനു മുമ്പ് അവിടെ ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക്, എനിക്ക് തോന്നുന്നു, പാർട്ടിയോട് യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവസാനം അവരൊരു തീരുമാനമെടുത്തിരിക്കുന്നത്, അവർ പറഞ്ഞു, വേറെ ഒന്നും മോഹിച്ച് ഞാൻ വന്നിരിക്കുന്നതല്ല, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും നിൽക്കാനും ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാണ് അവർ കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം വളരെ ആർക്കും ഒരാക്ഷേപവും പറയാൻ കഴിയാത്ത, ഒരു കുറ്റവും പറയാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അവർ ഞങ്ങളുടെ വേദിയിലുള്ളത് ഞങ്ങൾക്കൊരു ശക്തിയാണ്. അവർ ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങളെല്ലാവർക്കും സന്തോഷം പകരുന്നൊരു കാര്യവുമാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണല്ലോ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യം. UDF-ലേക്ക് എത്തുമോ, അഥവാ എത്തുകയാണെങ്കിൽ തന്നെ പിരിഞ്ഞ ഒരു ഭാഗമായിട്ടാണോ എത്തുക? അതിനെക്കുറിച്ചൊന്നും ഒരു വലിയ ചർച്ചയിലേക്കൊന്നും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരു ജനാധിപത്യ ചേരിയിലേ അവർക്കൊക്കെ നിൽക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യ ചേരിയിൽ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന എല്ലാവരും ഒന്നിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരാണ് അതിനെക്കുറിച്ചുള്ള റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനതയും, അത് സമുദായങ്ങളാണെങ്കിലും മറ്റുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസൊക്കെ മറ്റ് സംഘടനകളൊക്കെ ആണെങ്കിലും എല്ലാവരും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ചിന് ഈ ജനാധിപത്യ ചേരിയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ള ലൈനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം ഒരു മാറ്റം അനിവാര്യമാണ് കേരളത്തിൽ ഭരണരംഗത്ത്. അതിനു വേണ്ടിയിട്ടുള്ള ദൗത്യം UDF ആണ് നിർവഹിക്കേണ്ടത്. കാരണം UDF ആണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ ഈ പറയുന്ന ജോസ് കെ മാണിയുമായി ചർച്ചകൾ നടത്തി എന്നുള്ള കാര്യം പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു പത്രത്തിലാണ് ആദ്യം വാർത്ത വന്നത്, ഈ പറഞ്ഞ സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു. സോണിയാഗാന്ധി വിളിച്ചു എന്ന് വ്യക്തതയില്ല. പക്ഷേ എന്തായാലും ഹൈക്കമാൻഡിൽ നിന്നും ഒരു വിളി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാനാകുന്നത്. അങ്ങനെ ഒരു സംസാരമുണ്ടായിട്ടുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ.
അതല്ലാതെ ചർച്ചകൾ നടക്കുന്നുണ്ടോ കേരളത്തിൽ? ഇനിയിപ്പോൾ ഡൽഹിയിലും അത് സംബന്ധിച്ച് ഇനി വരും ദിവസങ്ങളിലും ചർച്ച നടക്കാനിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇപ്പോൾ പുറത്തേക്ക് പറയേണ്ട എന്ന നിലപാടെടുത്തതാണോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഡൽഹിയിൽ നിന്നും സോണിയാഗാന്ധി വിളിച്ചു എന്നൊന്നും പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെയൊന്നും വിളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യ ചേരിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഞങ്ങൾ സ്വീകരിക്കും. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുപക്ഷെ എല്ലാവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകാം. അവരതിന് പോസിറ്റീവായിട്ട് ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജോസ് കെ മാണി LDFന്റെ ജാഥ മധ്യ കേരളത്തിൽ നയിക്കേണ്ടയാളാണ് കേട്ടോ. ശ്രീ ജോസഫ് വാഴക്കൻ, മധ്യ കേരളത്തിൽ ജാഥ നയിക്കേണ്ടയാളാണ് ജോസ് കെ മാണി, അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹമില്ല, ജയരാജനോട് അതിന് നേതൃത്വം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിന് എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ഇല്ല, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം അവരോട് യോജിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവരോടൊപ്പം യോജിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇടതുപക്ഷ മുന്നണിയോട്. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ശ്രീ പിണറായി വിജയൻ നയിച്ച നവകേരള സദസ്സ് എൻ്റെ നാട്ടിലെ പാലായിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പാലായിൽ വരുമ്പോൾ സംസാരിക്കേണ്ടത് റബ്ബറിൻ്റെ വിലയെക്കുറിച്ചാണ്. അപ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില 170 രൂപയേ ഉള്ളൂ. അതൊരു 250 രൂപയെങ്കിലും ആക്കിയാൽ മാത്രമേ കർഷകന് ജീവിക്കാൻ കഴിയൂ എന്ന് വളരെ നിരുപദ്രവകരമായിട്ടുള്ള ഒരു കമൻറ്റ് നമ്മുടെ അന്നത്തെ കമൻ്റ് ഒരു സ്വാഗത പ്രസംഗത്തിൽ അന്നത്തെ MP തോമസ് ചാഴികാടൻ പറഞ്ഞു. എല്ലാവർക്കും അറിയാം, വളരെ സ്വാധീനനായ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു സ്വാഗതത്തിൽ. ആ പ്രസംഗം പോലും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ പ്രസംഗത്തിന് ഇടയ്ക്ക് വെച്ച് തന്നെ അന്ന് മന്ത്രി റോഷി അഗസ്റ്റിനോട് ആ പ്രസംഗം നിർത്താനായിട്ട് ആവശ്യപ്പെട്ടു. ആ പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആ MP പേര് പോലും പറയുന്നില്ല, ചാഴികാടൻ്റെ പേര് പോലും പറയുന്നില്ല, MP എന്ന് പോലും പറയുന്നില്ല. ഒരാൾ ഇവിടെ സ്വാഗതം പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന് അറിയില്ല ഇതെന്തിനാണ് ഈ ജാഥ എന്നുള്ളത് ഇതുവരെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ജനങ്ങളോട് പറയാനുണ്ട്, അതിനുവേണ്ടിയാണ് ഈ ജാഥ, അതല്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയാനല്ല എന്ന് പാലായിൽ വന്ന് റബ്ബറിന് ഇത്തിരി വില കൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ഷീണം എനിക്ക് തോന്നുന്നത് ഭയങ്കരമായി പോയി. കാരണം ആ ജനത മുഴുവൻ വെറുത്തുപോയി. ആ സ്റ്റേജിലന്ന് ജോസ് കെ മാണി ഇരുന്ന് ഉരുകുമായിരുന്നു. കാരണം ജോസ് കെ മാണിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളുന്ന ജനവിഭാഗത്തിന് ഒരിക്കലും ആ ഭാഗത്തോട് അവിടെ CPM-നോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. കാരണം അത് ചേരാൻ പാടില്ലാത്ത രണ്ട് വിഭാഗങ്ങളാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ആദ്യം മുതലേ അറിയാം അധികം കാലം കോൺഗ്രസിൽ നിന്നും എനിക്കറിയില്ല. അതൊട്ടും ശരിയായ ഒരു കാര്യമല്ല. അതൊക്കെ പിന്നീട് പറഞ്ഞുണ്ടായ ഒരു കാര്യമാണ്. അത് കേരള കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നമാണ്. ജോസഫും ജോസ് കെ മാണിയുമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളായി നിന്നു. അവർ തമ്മിലൊരു ധാരണ UDF-ൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയിരുന്നു. ആ ധാരണയിൽ നിന്ന് മാണി ഗ്രൂപ്പ് പുറകോട്ട് പോകാൻ അതിൻ്റേതായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. ഇവർ തമ്മിൽ വളരെ വലിയ ഒരു റിഫ്റ്റായിരുന്നു ജോസഫും മാണിയും തമ്മിൽ. അവരുടെ ഒരു തർക്കത്തിനൊടുവിൽ രണ്ടും കൂടി ഒന്നിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇവരിതുപോലെ വാശി പിടിച്ച് നിന്നപ്പം കാരണം UDF-ൻ്റെ മധ്യസ്ഥതയിലെടുത്തൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് UDF പറഞ്ഞത് ശരിയല്ല, അങ്ങനെയാണ് ഞങ്ങൾ അടുത്ത തവണ യോഗത്തിന് വിളിക്കാൻ ബുദ്ധിമുട്ട് വരും, ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്നൊരു വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ചെറിയ തീരുമാനമായിരുന്നു. അപ്പോഴേക്കും അവർ CPM അത് ആ സാഹചര്യം മുതലെടുത്തു എന്നുള്ളതാണ് സത്യം. അതിന് പിന്നെ പക്ഷെ അവർ പോയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് പറയേണ്ടി വരുമല്ലോ, കോൺഗ്രസ് പറഞ്ഞു വിട്ടു എന്നൊന്നും പറയുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. തിരിച്ചു വന്നാലും ആ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. തിരിച്ചു വന്നാലും ആ പ്രശ്നം അവിടെ പ്രശ്നം അവിടെ ഉണ്ടാവാം. പക്ഷെ കാരണം അവർ ഇല്ല, അത് അവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യ ചേരിയിലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ എല്ലാവരും പരസ്പരം സംസാരിച്ച് ആരെ ഇങ്ങോട്ട് ഉൾക്കൊള്ളുകയുള്ളൂ. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവിതകാലം മുഴുവൻ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും എല്ലാവരും. അതൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അത് രമ്യതപ്പെടുമ്പോൾ കൂടുതൽ സ്നേഹമായിരിക്കും ഉണ്ടാകുന്നത്. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഊഷ്മളമായ ബന്ധമായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. അതൊക്കെയല്ലേ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. പക്ഷെ അവരാണ് തീരുമാനമെടുക്കേണ്ടത്. കേട്ടോ, ഇതുവരെ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തതായിട്ട് എനിക്കറിയില്ല. തീരുമാനമെടുത്ത് ഇവിടെ കാരണം അവർ ഞാൻ പറഞ്ഞില്ല, ഒന്നിച്ച് പോകാൻ കഴിയാത്ത രണ്ട് കക്ഷികളാണ് CPM-ഉം കേരള കോൺഗ്രസും. അവരുടെ സ്വഭാവവും എല്ലാ തരത്തിലും യോജിച്ച് പോകാൻ പറ്റുന്നതല്ല. മോരും മുതിരയും പോലെ കിടക്കുക. അപ്പം പിന്നെ അതാണ് എൻ്റെ കാര്യം. മോരും മുതിരയും പോലെ കിടക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ആണോ സഭയാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു.
Debate with Smriti Parathikkad.